ഹലോ ഫ്രണ്ട്സ്, അതായത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു എയർ ലെയറിംഗ് ആണ്. എയർ ലെയറിംഗ് എന്ന് പറഞ്ഞാൽ മൾബറിയിൽ എയർ ലെയറിംഗ് ചെയ്യുന്നതാണ്. സാധാരണ രീതിയിൽ എല്ലാ ചെടികളും ഒരുവിധം ചെടികളൊക്കെ എയർ ലെയറിംഗ് ചെയ്യാറുണ്ട്. പക്ഷേ മൾബറിയിൽ ചെയ്യുമ്പോൾ അത്ര എളുപ്പമുള്ള മാർഗ്ഗമില്ല. പലരും ചെയ്തിട്ട് അത് പരാജയപ്പെടുകയാണ്. ഞാൻ തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്തിട്ട് പരാജയപ്പെട്ടു. പിന്നെ ഒരാളിനോട് മൾബറിയിൽ ഈ എയർ ലെയറിംഗ് ചെയ്യുന്നത് വലിയ വിഷമമുള്ള കാര്യമാണ്, ഇനി ഒന്ന് ഇത് ചെയ്ത് നോക്കുന്ന ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കും. ഏതായാലും പിന്നെ ഞാൻ ഒന്ന് ലാസ്റ്റായിട്ട് ഒന്നും കൂടി ചെയ്ത് നോക്കിയതാണ്. ഏകദേശം നന്നായിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ കാണാം. ഇതാണ് നമ്മൾ ലെയറിംഗ് ചെയ്യാനായി തയ്യാറാക്കിയിട്ടുള്ള മിക്സ്. ഇതിൽ ചകിരിച്ചോറ്, പെർലൈറ്റ്, ചകിരിച്ചോറ്, കമ്പോസ്റ്റ്. ഈ ചകിരിച്ചോറ് എടുക്കുമ്പോൾ ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറ് തന്നെ നിർബന്ധമായിട്ടും വേണം. അതിന് നമ്മൾ ഒരു കവറിൽ നന്നായിട്ട് കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചകിരിച്ചോറ് ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറായിരിക്കണം. സാധാരണ നമ്മൾ ബ്ലോക്ക് മേടിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ചെയ്ത് ചകിരിച്ചോറ് ഉപയോഗിക്കരുത്. അത് പ്രതിഫലം മറിച്ചായിരിക്കും. പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ സാധാരണ കട്ടർ, ഗ്രാഫ്റ്റിംഗ് ടാപ്പ്, ബ്ലേഡ്, നമ്മുടെ ഒരു അലോവേരൻ്റെ ഒരു ചെറിയ കഷ്ണമാണ്. പിന്നെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റിയ ലിക്വിഡ് എന്തായാലും മതി, അതും കൂടെ വേണം. നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഉപയോഗിക്കാനുള്ള ബ്ലേഡ്, കത്തി, കട്ടർ ഇതൊക്കെ സ്റ്റെറിലൈസ് മീൻസ് സാനിറ്റൈസർ പോലുള്ള ആൻറ്റിസെപ്റ്റിക് ലിക്വിഡ് ഏതായാലും മതി. അത് കട്ടറിലും ബ്ലേഡിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് വിട്ട് കളഞ്ഞാൽ മതി. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പ് നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യണം. അതിനടുത്തുള്ള ഇലകൾ, കമ്പുകളൊക്കെ ഒഴിവാക്കണം. ഇതിലൊക്കെ പൊടികളുണ്ടാകും. പൊടികളുണ്ടായി കഴിഞ്ഞാലും പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. തുടച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഏകദേശം 1 ഇഞ്ച് നീളത്തിൽ നമ്മളിത് ഇതിൻ്റെ തൊലി മാത്രം മേൽഭാഗത്തു നിന്ന് കട്ട് ചെയ്തിട്ടില്ല. ഇതൊക്കെ തന്നെ പഴയ പ്രോസസ്സിങ്, പണ്ട് ലെയറിംഗ് മറ്റുള്ള ചെടികൾക്കൊക്കെ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ മതി. തൊലി കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, തടിയിൽ കൊള്ളാണ്ടിരിക്കണം. ഇതോടെ ഏകദേശം 1 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 1 ഇഞ്ച് നീളത്തിലുള്ളൊരു കട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് തൊലി നമ്മൾ പെട്ടെന്ന് പോരും. ഇറങ്ങിയെടുക്കുന്ന കമ്പ് കുറച്ച് മൂപ്പുള്ള, തീരെ പച്ചയായതും എടുക്കാൻ പാടില്ല, തീരെ മൂത്തം എടുക്കാൻ പാടില്ല. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. ഇതൊക്കെ കുറേ ഞാൻ ഒന്നിനെണ്ണം ചെയ്തുകൊണ്ട് പരാജയപ്പെട്ടുകൊണ്ടാണ് ഇത്രയും സൂക്ഷ്മമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞാൻ ചെയ്ത് വേരുവന്ന കമ്പ് ഞാൻ കാണിക്കും, അതിന് ശേഷം ഞാൻ കാണിക്കും. അത് വിജയിച്ചപ്പോഴാണ് പിന്നെ ഞാനത് വീണ്ടും അതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെ ഇതും കൂടെ ചെയ്യാൻ തീരുമാനിച്ചത്. ഈ തൊലിയിൽ തന്നെ ചെയ്യുന്ന മേലെ ഒരു ചെറിയ ഒരു പാട പോലത്തെ ഒരു സംഭവം ഉണ്ടാകും, വെള്ള കളർ തടിൻ്റെ മേലെ തന്നെ. അത് കളയണമെന്നുണ്ട്. ഇത് റൂട്ടിംഗ് ഹോർമോണാണ്. റൂട്ടിംഗ് ഹോർമോൺ വേണമെന്നില്ല, പക്ഷെ ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ ഒരു കറ്റാർവാഴൻ്റെ കഷ്ണം എടുത്തിട്ട് അതിൻ്റെ ജെല്ലൊന്നും അവിടെ പുരട്ടി കൊടുക്കുക. ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി വെറുതെ. അപ്പം അതിലൊരു പശ ഉണ്ടാവും. അത് നമുക്ക് അതിൻ്റെ ഈ റൂട്ടിംഗ് ഹോർമോണും കൂടെ നമ്മൾ വെച്ച് പിടിപ്പിക്കുക, വെച്ച് കംപ്ലീറ്റ് ചെയ്യുക. ചുറ്റുഭാഗം പ്രത്യേകിച്ച് മേൽഭാഗത്ത് നന്നായിട്ട് വെക്കണം കുറച്ച്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ബാഗ്, അതിനൊരു ബ്ലേഡ് വെച്ച് നമ്മൾ കീറിയിട്ട് ഒരു മുറിവുണ്ടാക്കുക കമ്പിന്. എന്നിട്ട് ഈ കീറിയ ഭാഗം പ്ലാസ്റ്റിക് അതിനകത്ത് വരരുത്, പുറത്ത് തന്നെ വരണം. അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്യുമ്പോൾ അതിൽ
കയറി പിടിക്കും. ആ പ്ലാസ്റ്റിക് പുറത്ത് വരാൻ ശ്രദ്ധിക്കണം, അകത്തായി പോകരുത്. അകത്തായി പോയി കഴിഞ്ഞാൽ നമ്മളത് റിമൂവ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പിന്നെ വേരുകളൊക്കെ പൊട്ടിപ്പോകും. അതിനുശേഷം നമ്മൾ വള്ളി എടുത്തിട്ട് ഒന്ന് മര്യാദയ്ക്കൊന്ന് കിട്ടുക. അടിയും മേലെ ഒന്ന് അധികം ടൈറ്റാക്കി കെട്ടണമെന്നില്ല, ഒരു ന്യായ രീതിയിൽ കിട്ടിയാൽ മതി. സെൻറ്ററിലൊരു കെട്ടി കഴിഞ്ഞാൽ മൊത്തം വരിഞ്ഞു കഴിഞ്ഞ ശേഷം ഈ അടിഭാഗം മേൽഭാഗം ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഇത് ഇളകാതിരിക്കാനാട്ടോ, വേറെ ഒരു കാര്യത്തിനും വേണ്ടി ഒന്നാണ്. പക്ഷെ വെള്ളം അകത്ത് കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഗ്രാഫ്റ്റിംഗ് ടാപ്പ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഒന്നിച്ചൊന്ന് കവർ ചെയ്യും. ഈ കെട്ട് നമ്മൾ കെട്ടി കഴിഞ്ഞതിന് ശേഷം വള്ളി എടുത്ത് കെട്ടിക്കഴിഞ്ഞതിന് ശേഷം, പ്ലാസ്റ്റിക് വള്ളി എടുത്ത് കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ ഗ്രാഫ്റ്റിംഗ് ടാപ്പ് വെച്ചിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് വൈൻഡ് ചെയ്തെടുത്തിട്ട് ഈ അടിഭാഗം മേൽഭാഗം വെള്ളം അകത്തേക്ക്, മേലെന്ന് അകത്തേക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഗ്രാഫ്റ്റിംഗ് ടാപ്പ് കൊണ്ട് വരിഞ്ഞെടുത്താൽ മതി. ആ ഗ്രാഫ്റ്റിംഗ് ടാപ്പിൻ്റെ അറ്റം തന്നെ വെച്ചിട്ട് നമുക്ക് അവിടെ കെട്ടി നിർത്തുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ സംഭവം ഏകദേശം കഴിഞ്ഞു. ഇതിപ്പോൾ ലാസ്റ്റാണ്. ഈ പ്ലാസ്റ്റിക് അല്ലാന്നുണ്ടെങ്കിൽ ഒരു സാധാ പ്ലാസ്റ്റിക് കവറ് ഉണ്ടല്ലോ, ഈ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് തന്നെ ഉപയോഗിച്ചോളണം എന്നൊന്നുമില്ല. സാധാ ഒരു പ്ലാസ്റ്റിക് വെള്ളം കയറാത്ത രീതിയിൽ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് കെട്ടിയാൽ മതി. പക്ഷേ എപ്പോഴും ഇതിൽ പിന്നെ നമ്മൾ വെള്ളം കൊടുക്കേണ്ടതായിട്ട് ആവശ്യം വരുന്നു. അപ്പോൾ നമുക്ക് വെള്ളം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു സിറിഞ്ച് ഉപയോഗിച്ചിട്ട്, അങ്ങനെ ഞാൻ നേരത്തെ ചെയ്തത്, ഒരു സിറിഞ്ച് ഉപയോഗിച്ചിട്ട് വെള്ളം ഇതിനകത്തേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുകയാണ് നല്ലത്. മഴക്കാലത്താണ് ഞാൻ നേരത്തെ ചെയ്തത്. ഇപ്പം ഏകദേശം ഡിസംബർ 15 ആയില്ലേ, അപ്പോൾ അപ്പോഴൊക്കെ ചൂടാണ് ശരിക്കും. അപ്പം സിറിഞ്ച് ഉപയോഗിച്ച് വെള്ളം നമ്മൾ ഇഞ്ചക്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. അത് ഒരു 2-3 ദിവസം കൂടുമ്പോൾ ചെറിയ സിറിഞ്ചിൻ്റെ ഇതിൽ ഒരു ട്യൂബിൽ എടുത്ത് അത്രയും ഒന്ന് ഫുള്ളാക്കി അതിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുത്താൽ കൊടുക്കും. വെള്ളം നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചാണ്, കട്ട് ചെയ്തത് നിങ്ങൾ കണ്ട്. ഇത് നേരത്തെ ഇതിന് മുമ്പ് ചെയ്ത് ഞാൻ പറഞ്ഞില്ല, അതൊന്ന് വിജയിച്ചു എന്ന് പറഞ്ഞ ആ സംഭവമാണ്. ഞാൻ കട്ട് ചെയ്യാണ് താഴെ വെച്ചിട്ട്. അത്യാവശ്യം വേരുകളൊക്കെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് വേര് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ അത് ഞാനിപ്പം അത് പ്ലാന്റ് ചെയ്തതാണ്. അപ്പോൾ അത് വേറെ ചട്ടിയിലേക്ക് പ്ലാന്റ് ചെയ്ത് തണലിലേക്ക് വെച്ചതാണ്. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.